ഹലോ ഫ്രണ്ട്സ്, ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. വേറൊന്നുമല്ല, ഞങ്ങൾ ജോലി സ്ഥലത്തു നിന്ന് ടൂറ് പോവുകയാണ്. അപ്പം ഒരു പ്രത്യേക ഒരു സ്ഥലത്തൊന്നും അല്ല പോകുന്നത്. എല്ലാവരും പോയിട്ടുള്ളൊരു സ്ഥലത്ത് തന്നെയാണ്. പക്ഷേ എനിക്കൊരു സ്പെഷ്യൽ പ്ലേസാണ്. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഹാങ് ഓവറാണ് എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഒരാളെ വെയിറ്റ് ചെയ്യുവാണ്. ഞങ്ങളുടെ ബ്രാഞ്ചിലുള്ള മാനേജറെ വെയിറ്റ് ചെയ്യുവാണ്. പുള്ളിക്കാരി എൻ്റെ കൂടെയാണ് വരുന്നത്. അപ്പോൾ വെളുപ്പിനെയാണ് പോയത്. അപ്പോൾ ആറ്റിങ്ങൽ പോയിട്ടാണ് ഞങ്ങൾ ബസ്സിൽ കയറി പോകുന്നത്. ആറ്റിങ്ങലെത്തി ഞങ്ങൾ ബസ്സിൽ കയറി. അപ്പോൾ ഇതാണ് ഞാൻ കാത്തുനിന്ന് വെയിറ്റ് ചെയ്ത പുള്ളിക്കാരി, ഞങ്ങളുടെ മാനേജർ. അപ്പോൾ ബസ്സിൽ എല്ലാവരും, ഞങ്ങളുടെ ബ്രാഞ്ചിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു അത്യാവശ്യം. ബാക്കി വേറെയുള്ള ബ്രാഞ്ചിൽ നിന്നൊക്കെ ഉള്ളവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ത്രില്ലിലിരിക്കുവാണ്. എന്താവും ഏതാണ്. ആദ്യമൊന്നും ഞാൻ പോകുന്നില്ലെന്ന് കരുതിയതാണ്, പിന്നെ വിചാരിച്ച് പോകാമെന്ന്. ആദ്യമായിട്ടല്ലേ പോകുന്ന സ്ഥലം. അപ്പം എന്താവും ഏതാവുന്നതെന്ന് അറിയില്ല. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുക. അപ്പം കുറേ പേരെയൊക്കെ വെയിറ്റ് ചെയ്ത് അവസാനം എല്ലാവരും വന്നോടനെ തന്നെ പാട്ടും ബഹളവും ഡാൻസും ഒക്കെ ആയിരുന്നു. എൻജോയ് ചെയ്ത് തന്നെയാണ് പോയത് കേട്ടോ. ഒരു 50 പേരുണ്ടായിരുന്നു ബസ്സിൽ. അത് ഞങ്ങളുടെ ഓണറാണ്. പിന്നെ ഒരാൾ കൂടി ഉണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഫുഡ് എല്ലാവരും ഒരുമിച്ചാണല്ലോ കയറുന്നത്. അപ്പം എല്ലാവരും ഫുഡ് കഴിക്കാൻ കയറി. ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ബസ്സിൽ തിരിച്ച് പോയപ്പോഴത്തേക്ക് കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചേട്ടൻ്റെ മിമിക്രി ഉണ്ട്. നമ്മുടെ നാട്ടുകാരൻ കൂടിയായ നമ്മുടെ മിമിക്രി ഞാൻ പഠിച്ചു വരുന്ന അദ്ദേഹം പുള്ളി കണ്ടിട്ടാണ്. അപ്പോൾ നമ്മുടെ അഭിമാന താരം ഭരത് സുരാജ് വെഞ്ഞാറമൂട് അദ്ദേഹത്തിന് ഒരു കള്ളുകൂടിയാണ് ചെയ്യണേ. പ്രിയമുള്ളവർ, ഈ ചൂടിനകത്ത് എങ്ങനെ കയറണമെന്ന് ദിനേശൻ പറഞ്ഞു. ഓക്കെ, റെഡി? നിനക്ക് റെഡി? ഞാൻ പറയും. അപ്പോഴേ വന്ന് വലിച്ചു പിടിച്ചിനകത്ത് കയറി തോന്നുന്നു. ഇത് പുള്ളി. ഓക്കെ, റെഡി? ഈശ്വരോ, എന്തൊരു പാട്! നീ സമാനപ്പെട്ടവൻ ആലോചിച്ചോ. ആദ്യം എങ്ങനെയാണ് ഞാൻ തോന്നി കയറിയത്? അതുകൊണ്ട് പോയോ എന്റെ ഒരു കൈവിടേ 5 കൈയായിട്ട് വന്നേ. നാട്ടുകാരാണ്. അപ്പൊ ഓക്കെ, ശരി. അപ്പൊ ആ പരസ്യം ഓക്കെ. ഗോപാല, ഈയിടെയായി ഇതിന്റെ നെൽപ്പാടത്തേക്കൊന്നും കാണാനായില്ലല്ലോ. ഗോപാല, കേന്ദ്ര സർക്കാർ കർഷകർക്കായി അണിയിച്ചൊരുക്കിയിരിക്കുന്ന കർഷകരുണ്ടോ കാർഡ് വാങ്ങാൻ പോയതാണ് ഞാൻ. ഇതെല്ലാം വലിയ ചിലവുള്ള കാര്യമല്ലേ ഗോപാല? 0, 4, 8, 10, 9 നമ്പർ ഡയൽ ചെയ്യൂ. ഇത് തികച്ചും സൗജന്യമാണ്. ഉണരൂ ഉപഭോക്താക്കളെ, ഉണരൂ. വിശദ വിവരങ്ങൾക്ക് DMHുമായോ നാച്ചുറൽസുമായോ ബന്ധപ്പെടുക. സിനിമയില് കുടിയന്റെ അനിയപ്പൻ എന്ന കഥാപാത്രം. അതിപ്പോ മാറിപ്പോകുന്നോടാ കുറുക്കന്റെ തോള്. നിന്നെ തല്ലിക്കൊല്ലുവാടാ. ഞാൻ പച്ചോട് പോണോ? പോവാടാ. ടർക്കി കോഴി ശബ്ദം ഞാൻ അതുവരെ അനുകരിച്ച് കേട്ടിട്ടില്ല. അപ്പൊ നമ്മുടെ വീട്ടിൽ ഈ ടർക്കി കോഴിയുണ്ട്. അപ്പൊ ഒരു ദിവസം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് ആ ശബ്ദം കിട്ടിയാണ്. അപ്പൊ എത്ര പേർക്ക് അറിയാൻ അറിയത്തില്ല, എന്തായാലും ആ ശബ്ദം ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ടർക്കി കോഴി. അതുപോലെ നമ്മുടെ പ്രാവിന്റെ ശബ്ദം നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈശ്വരപ്രവർത്തനൊക്കെ കേൾക്കും. ആ ശബ്ദം സൈലന്റ് ആണ്. അപ്പൊ ആ സമയത്ത് പ്രാവ് ആ ഓടിന്റെ സൈഡിലേക്ക് ഇരുന്ന് വിളിക്കുന്ന ഒരു സംഭവം. പിന്നെ പുള്ളിക്കാരൻ കണ്ടിന്യൂസ് പാട്ട് പാടിക്കൊണ്ടിരുന്നതായിരുന്നു. അതിന് ശേഷം
കുറച്ച് നേരം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഏകദേശം എത്താറായി. അപ്പോൾ എവിടെയാണ് സ്ഥലമെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ വേണ്ടി സ്പെഷ്യലായിട്ടൊന്നുമില്ല. എന്നാലും നമ്മൾ പോകുന്ന സ്ഥലം വണ്ടർലയാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം പുള്ളിക്കാരൻ പാട്ട് നിർത്തിയില്ല, പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടർല എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയൊരു ഡേ ആണ്. കാരണം ഞാൻ ആദ്യമായിട്ട് എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് ഈ നിമിഷം വരെ ഞാൻ പോയിട്ടില്ലാത്തൊരു സ്ഥലമാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. അവിടെ ഈ നൈലോണിൻ്റെ തുണി അത് മാത്രമേ അലൗഡ് ഉള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയായിട്ട് നിൽക്കുവാണ് ഇതിലൊക്കെ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഉള്ള കാഴ്ചകൾ. ഏകദേശം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എനിക്ക് ഒട്ടും വയ്യ കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോവുകയാണ് റൈഡിലൊക്കെ കയറാൻ വേണ്ടിയിട്ട്. ഞാൻ സത്യമായിട്ട് ആദ്യം ഒന്നിലും കയറണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരുന്നത്. പക്ഷേ എല്ലാവരും കയറുന്ന കണ്ടപ്പോൾ എനിക്കും ഒരു കയറണമെന്ന് തോന്നി. ഞാൻ കയറി. സത്യം പറഞ്ഞാൽ കയറി എൻ്റെ ജീവൻ എൻ്റെ കയ്യിൽ എങ്ങനെ വന്നത് എനിക്കറിയില്ല. അവസാനം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. നല്ല എക്സ്പെൻസീവായിട്ടുള്ള ഫുഡുകളാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഞങ്ങൾ റൈഡിലൊന്നും അല്ലായിരുന്നു, ഫുള്ള് വെള്ളത്തിലുള്ള കളിയായിരുന്നു. അപ്പം ഏകദേശം ഞങ്ങൾ വൈകുന്നേരം ക്ലോസ് ചെയ്ത് ഇറങ്ങുന്ന സമയം വരെ ഞങ്ങൾ വെള്ളത്തിലായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു. സ്വിമ്മിങ് പൂളിലും വെള്ളത്തിലുള്ള റൈഡും കാര്യങ്ങളും ഒക്കെ. ചിലതിലൊന്നും എന്നെ കയറ്റിയിട്ടില്ല കേട്ടോ, കാരണം എനിക്ക് വെയിറ്റ് ലോസ് ആയതുകൊണ്ട് കയറിയിട്ടില്ല. അതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം ഇറങ്ങിയതിന് ശേഷം ബോട്ടിൽ, അത് സ്ഥലപ്പേര് ഞാൻ മറന്നുപോയി, ബോട്ടിൽ ഒന്ന് റൈഡ് പോയായിരുന്നു. ബോട്ടിലെ റൈഡും സെറ്റായിരുന്നു, കാരണം DJ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അടിച്ച് പൊളിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഫസ്റ്റ് നമ്മളൊന്ന് സൈലൻ്റായിട്ട് കാവുമായിട്ട് കായലൊക്കെ ഒന്ന് കണ്ടു. അതിനുശേഷം ബോട്ടിൻ്റെ താഴെയായിരുന്നു, ഇത് ടോപ്പിലിരിക്കുവാണ്, താഴെ DJ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ DJ പാർട്ടിയൊക്കെ അടിച്ച് പൊളിച്ച് സെറ്റായിരുന്നു. കുറച്ച് വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഡാൻസ് മൂഡിലായിരുന്നു. ബസ്സിൽ വെച്ചു അതായിരുന്നു, എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഫുള്ള് പിന്നെ ഡാൻസായിരുന്നു. പിന്നെ അതിനുശേഷം വൈകുന്നേരം ഇപ്പോൾ നല്ല ടയേർഡായ ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല, വീട്ടിലെത്തിയതൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ അതുവരെയുള്ള കഴിയുന്ന വരെയുള്ളതൊക്കെ കുറച്ചൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി. അതിനുശേഷം ഞങ്ങൾ ബൈ പറഞ്ഞു. ഇതാണ് എൻ്റെ അനുഭവം, വണ്ടർല അനുഭവം. ബൈ.